പ്രിയപ്പെട്ട നമ്മുടെ 48ാം അംഗനവാടിയുടെ ആഭിമുഖ്യത്തിൽ മാതൃദിനം ആഘോഷിക്കാൻ കുഞ്ഞുങ്ങളും ചർച്ചകളും ആണ്. നമ്മുടെ സ്നേഹം ഉപഹാരം അതിനാണ് നൽകിയിരിക്കുന്നതുപോലെ ഈ സ്വാഗതം ആശംസിക്കുകയാണ് പറഞ്ഞത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ പുത്തൂർ ടൗണിലെ വാർഡൻ ശ്രീ കോട്ടയ്ക്ക് സാറാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ടീച്ചറാണ് അടുത്ത ഈ പരിപാടിയിലേക്ക് അംഗൻവാടിയിലെ ടീച്ചർ കരുത മേഡമാണ് അടുത്ത ഈ പരിപാടിയിലേക്ക് അടുത്ത അംഗൻവാടിയിലെ കുട്ടികളുടെ ടീച്ചറാണ് അടുത്ത ഈ പരിപാടിയിലേക്ക് പിന്നെ ഇവിടെ എത്തിച്ചേർന്ന ഓരോ കുഞ്ഞുങ്ങളിലും അവരുടെ രക്ഷാകർത്താക്കൾക്കും സായന കുടുംബത്തിന്റെ ഹാർദവമായ സ്വാഗതം. വർണ്ണക്കൂട്ടിലെ ക്ലബ് യൂണിവേഴ്സിറ്റി ഈ അവസരത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ രാജപ്പൻ സാറിനെ ഈ വേദിയിലേക്ക് നമ്മുടെ ഏറെ ആദരണീയായ നമ്മുടെ ALMC അംഗം കൂടിയായിട്ടുള്ള നമ്മുടെ എൽസിക്കുട്ടി ടീച്ചർ അവർ ഇവിടെ സന്നിഹിതയായിരിക്കുന്ന നമ്മുടെ അംഗനവാടിയുടെ ചുമതലയുള്ള കവിത മേഡം, അംബിക മേഡം, അതോടൊപ്പം ഈ ഫംഗ്ഷനിൽ ഈ പരിപാടിയിൽ എത്തിയിരിക്കുന്ന പുത്തൂർ 18ാം വാർഡിൻ്റെ അതോടൊപ്പം തന്നെ പരിസരത്തുമുള്ള കുഞ്ഞുങ്ങളുടെയും രക്ഷിതാക്കൾ, ALMC അംഗങ്ങൾ, ഇവിടെയുള്ള ബഹുമാനരായിട്ടുള്ള ഭാരവാഹികൾ, ബഹുമാനരായിട്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗം എന്ന് പറയുമ്പോൾ ഈ സായന്തനത്തിൽ വസിക്കുന്ന നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും എന്ന് പറയുന്നതാണ് നല്ലത്. നിങ്ങളെയും നമ്മളെ എന്ന് പറയുമ്പോൾ അതല്ല ശരി. ഞങ്ങൾ ഉൾപ്പെടെയുള്ള സായന്തനത്തിലെ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും മനോഹരമായ രീതിയിൽ, വളരെ സന്തോഷകരമായ രീതിയിലുള്ള ഒരു ദിനം നൽകുന്ന നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള മക്കളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അംഗനവാടിയിലെ കുഞ്ഞുങ്ങളെ പറ്റി അറിയാമല്ലോ. രണ്ട് പട്ടാളക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ 48ാം നമ്പർ അംഗനവാടി കുളക്കുട പഞ്ചായത്തിൻ്റെ പരിധിയിലാണ്, വെട്ടിക്കവല ബ്ലോക്കിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. കൊല്ലം ജില്ലയിൽ തന്നെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നന്മകൾ നൽകുന്ന ഒരു പ്രസ്ഥാനമായി നമ്മുടെ പുത്തൂർ 48ാം നമ്പർ അംഗനവാടി മാറിയിട്ടുണ്ട്. നമ്മുടെ ഇത്തരത്തിലുള്ള 3ാം വർഷമാണ് നമ്മളിങ്ങനെ ഈ സായന്തനത്തിൽ എത്തുന്നത്. തുടർച്ചയായി ഇവിടെ 2ാം തവണയാണ്. ഒന്ന് പിന്നെ പാങ്ങോട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം തന്നെ നമ്മുടെ പിഞ്ചു മക്കളും അവരുടെ ബന്ധുമിത്രാദികളും ശേഖരിക്കുന്ന ചെറിയ ഒരു ശേഖരണം, സാമ്പത്തികമായിട്ടുള്ള ചെറിയതായാലും വലുതായാലും, അതോടൊപ്പം തന്നെ അവർക്കെല്ലാവർക്കും തന്നെ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുവാനുള്ള, ഇല്ലെങ്കിൽ സന്തോഷകരമായ ഒരു നേരം കുടുംബത്തെ പോലെ പങ്കിടുവാനുള്ള ഒരവസരം കൂടി അംഗനവാടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാക്കിയിട്ടുണ്ട്.
അതിലാദ്യമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് എൻ്റെ അംഗനവാടി ചുമതലയുള്ള ടീച്ചറായിട്ടുള്ള കവിത എന്ന് പറയുന്ന ചുമതലയുള്ള ടീച്ചറിനെയാണ്. ഏറെ സമാനതകളില്ലാത്ത ഒട്ടേറെ നന്മകൾ ചെയ്യുവാൻ ഏറെ താല്പര്യത്തോടുകൂടി മുൻകൈ എടുത്ത് മറ്റുള്ളവരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. അതിനോടൊപ്പം കൂട്ടുനിൽക്കുന്ന അതിൻ്റെ അംബിക എന്ന സപ്പോർട്ടുണ്ട്. അതിനെല്ലാം തന്നെ ഏറ്റവും എനിക്ക് സന്തോഷമുള്ളത് ഒരു റിട്ടയർഡ് അധ്യാപികയായിട്ടുള്ള അധ്യാപിക നമ്മുടെ എൽസിക്കുട്ടി ടീച്ചർ, അവിടെ 2 കൊച്ചുമക്കളാണ്. ഇതൊക്കെ ഇവിടെ സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ട നിലവാരത്തിലുള്ളവരെല്ലാം തന്നെ വലിയ വലിയ സ്കൂളുകളിൽ കൊണ്ടുവിടുമ്പോൾ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള അധ്യാപികയുടെ കൊച്ചുമക്കൾ 48ാം നമ്പർ അംഗനവാടിയിൽ പഠിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം ബഹുമാനിയായിട്ടുള്ള അധ്യാപികയ്ക്ക് തോന്നുവാനുള്ള കാരണം നമ്മുടെ അംഗനവാടിയുടെ നിലവാരം മറ്റുള്ള ഈ പറയുന്ന വലിയ വലിയ സ്കൂളുകൾ എന്ന് അഭിമാനിക്കുന്ന അവർക്കെല്ലാം തന്നെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ, അവരുടെ അഭിരുചികളെ വളർത്തിയെടുക്കുക, അവരുടെ സ്വഭാവ രൂപീകരണം ഈ അംഗനവാടിയിലൂടെ ഉറപ്പ് നൽകുന്നത് കൊണ്ടാണ് നമ്മുടെ ബഹുമാനായിട്ടുള്ള എൽസിക്കുട്ടി ടീച്ചർ അവരുടെ 2 കൊച്ചുമക്കളെ ഇവിടെ അയച്ച് സന്തോഷത്തോടു കൂടി എല്ലാ ദിവസവും വന്നു പോകുന്നത്. ഒരുപക്ഷെ എറണാകുളത്തൊക്കെ പഠിപ്പിക്കാൻ ആ കൊച്ചുമക്കളെ വിടാനുള്ള സാമ്പത്തിക സാഹചര്യമുള്ള ഒരു കുടുംബമാണത്. എടുത്തു പറഞ്ഞത് ഒരുപക്ഷെ വലിയ വലിയ സ്കൂളുകളിൽ വിടാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് പുത്തൂർ 48ാം നമ്പർ അംഗനവാടി തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുമ്പോൾ അതൊരു സ്മാർട്ട് അംഗനവാടിയായി നമ്മുടെ ഈ പ്രദേശത്തുള്ള മറ്റെല്ലാ അംഗനവാടിയെക്കാട്ടിൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എനിക്കേറെ സന്തോഷമുണ്ട്. ഞാൻ ഈ വാർഡിലൊരു മെമ്പർ കൂടി ആയതുകൊണ്ട് ഈ അംഗനവാടിയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സൗകര്യവും അവിടെയുണ്ട്. ശ്രദ്ധ വളരെ കൂടുതലായും അവിടെ കൊണ്ടുവിടുന്ന കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ രീതിയിൽ തിരിച്ച് വീട്ടിൽ പോകുന്നതുവരെ അവിടെ കഴിയുവാനും അവരുടെ വീട്ടിൽ എങ്ങനെയാണോ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് അതേപോലെ സംരക്ഷിക്കുന്നു എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് 25 കുഞ്ഞുങ്ങളോളം ഇപ്പോൾ ഈ അംഗനവാടിയിലുണ്ട്. 25 കുഞ്ഞുങ്ങളുള്ള അംഗനവാടി വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നത് തെക്കൻ കേരളത്തിൽ 25 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അംഗനവാടികൾ വിരളമാണ്. ഏകദേശം 16, 18, 20 ലക്ഷം രൂപയോളം ഇപ്പം നമ്മൾ ഈ അംഗനവാടിക്ക് ഈ കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഒരു എയർ കണ്ടീഷൻ AC കൂടി വെച്ചാൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞപ്പോൾ അത് നമ്മുടെ ടീച്ചറും മറ്റുള്ളവരും പറഞ്ഞു അത് വേണ്ട, കുഞ്ഞുങ്ങൾ ഇപ്പം തന്നെ നല്ല കാലാവസ്ഥയിലാണ്, ഫാനുണ്ട്, പിന്നെ സർക്കുലേഷനുണ്ട്, എയർ സർക്കുലേഷനുണ്ട്. അപ്പോൾ എയർ കണ്ടീഷനോട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പ്രതിരോധശേഷി കുറയുവാനുള്ള സാധ്യത ഉണ്ടാകാം. ചിലപ്പോൾ ഒരുപക്ഷെ വല്ല ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കത് കൂടുവാനുള്ള സാധ്യത ഉണ്ടാവും, തണുപ്പ്. ഞാൻ പറഞ്ഞു വന്നത് അത്രത്തോളം എല്ലാവിധ സൗകര്യവും അവിടെ ഉണ്ട്. ഇനി അത് മാത്രമേ ഉള്ളൂ ഇൻ്റർനാഷണൽ ലെവലിൽ അത് വരുവാൻ. സോഫ്റ്റ്വെയർ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഇല്ലേ, എല്ലാം ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും കാണുവാനും പഠിക്കുവാനും കേൾക്കുവാനും ഉല്ലസിക്കുവാനും. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞ ഉടനെ പിള്ളേർ പറയുന്നത്, മക്കൾ പറയുന്നത് ഇന്നതിടാൻ പറയും. എന്താ പറയുന്നത്? കൊച്ചു എന്താ പറയുന്നത്? കൊച്ചു ടി വി ഇടാൻ പറയും. അപ്പോൾ ഒരു ദിവസം അംഗനവാടി തുറന്നില്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിയിട്ടുണ്ട്. എല്ലാ ദിവസവും അംഗനവാടി പോകണം എന്ന് ശാഠ്യം പിടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം
വളരെ സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഞാൻ പലപ്പോഴും ഇവിടെ വരാറുണ്ട്, ഇങ്ങനെ കൂട്ടായ്മയിൽ പങ്കെടുക്കാറുണ്ട്. എങ്കിലും കൊച്ചുമക്കളോടൊപ്പം ഇരിക്കുവാനും സാധിച്ചു എന്നുള്ളൊരു മഹാഭാഗ്യമേ ഞാൻ കാണുന്നു. ഇതിന് ശേഷം ആശംസയൊക്കെ പറഞ്ഞതിന് ശേഷം നല്ല മനോഹരമായ പാട്ടുകൾ, കലാപരിപാടികൾ, ഡാൻസ് ഉൾപ്പെടെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നമ്മുടെ മക്കൾ അവതരിപ്പിക്കും. അതെല്ലാം നമുക്ക് കണ്ടു കേട്ട് സന്തോഷകരമായ ഒരു ദിവസം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിലെ മറക്കുവാൻ കഴിയാത്ത ഒരു ദിവസമായി നമുക്ക് നമ്മുടെ ഏവർക്കും, എനിക്കുൾപ്പെടെ നമ്മൾക്ക് ഏവർക്കും അത് കാത്തുസൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ കലാപരിപാടിയോട്ട് കയറാം. ടീച്ചർ പോലും പറഞ്ഞിട്ടേ നമ്മുടെ ബഹുമാനായിട്ടുള്ള ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇതുണ്ട് ഇത് വെച്ച് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു ദിവസമാണ്, അതായത് മാതൃദിനം. നമ്മളെല്ലാവരും തന്നെ ഈ ഭൂമി കാണാനും ഭൂമിയിൽ വരാനും ഇടയായി വന്ന അമ്മമാരുടെ ദിനമാണ്. ഞങ്ങൾ സത്യത്തിൽ ഓർത്തില്ല ഇന്ന് മാതൃദിനമാണെന്ന്. ഇവിടെ വന്ന് ഇവിടുത്തെ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്, അയ്യോ ഇന്ന് മാതൃദിനമാണല്ലേ. പക്ഷേ അത് നോക്കാനും ശ്രദ്ധിക്കാനും ഉള്ളൊരു സമയമില്ലായിരുന്നു. 2 ദിവസം കൊണ്ട് ഇവിടെ വരാനും ഇവിടെ വരുന്നതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേരാനുള്ള അത് ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ വർണ്ണക്കൂടിലെ എൻ്റെ കുഞ്ഞു മക്കളൂടെ നല്ലൊരു പ്രയത്നത്തിലായിരുന്നു. അത് കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ തുടങ്ങിയതാണ്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇവിടെ വരാൻ ഇപ്പോൾ ഒരു 3 വർഷം കൊണ്ട് 2 വർഷം ഇവിടെയും വന്നു, ഒരു തവണ ഞങ്ങൾ പാങ്ങോട്ടും പോയി. അപ്പം അതിന് വരാൻ സാധിച്ചതിൽ ആദ്യമായി ഞാൻ എൻ്റെ കുഞ്ഞു മക്കളോട് തീർത്താ തീരാത്ത നന്ദിയും കടപ്പാടും പറഞ്ഞുകൊള്ളുന്നു. ഈ അംഗനവാടിയിൽ വന്നിട്ട് ഞാൻ 7 വർഷമായി. എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിന്ന എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും തുല്യയായ ലളിതാംബിക ചേച്ചി. അപ്പം ചേച്ചിയുടെ ഞങ്ങൾ 2 പേരും കൂടെ ഉണ്ടായത് കൊണ്ടാണ് ഒരു അംഗനവാടിയുടെ പൂർണ്ണത എത്തണമെങ്കിൽ ടീച്ചർ മാത്രം പോരാ, അവിടുത്തെ ഹെൽപ്പറും ALMC മെമ്പേഴ്സും അതിലുപരി പിതാവിന് തുല്യമായി, അതായത് എൻ്റെ അച്ഛനോട് ഞാൻ എങ്ങനെയാണോ സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്നത് അതിലും സ്വാതന്ത്ര്യത്തോടെ. ശരിക്കും അദ്ദേഹത്തിന് ജന്മം കൊണ്ട് മാത്രമല്ല പലരും നമ്മൾ അച്ഛനും അമ്മയും ആവുന്നത് കർമ്മം കൊണ്ടാണ്. അങ്ങനെ ഉള്ള അദ്ദേഹമാണ് കോട്ടക്കൽ രാജപ്പൻ എന്ന് പറയുന്ന മെമ്പറായ ഞങ്ങളുടെ മെമ്പർ അപ്പച്ചൻ. ഞാനും എൻ്റെ കുഞ്ഞു മക്കളെ വിളിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങളെല്ലാവരും അംഗനവാടിയിൽ വരുമ്പോഴേ ഇപ്പം എല്ലാവരും വിളിക്കുന്നത് ഞങ്ങളുടെ മെമ്പർ അപ്പച്ചൻ വന്നെന്നാ. ഇനിയൊരു മെമ്പർ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇനിയൊരു മെമ്പർ ഉണ്ടാവുകയാണെങ്കിൽ ഇത്രയും ഒരു അടുപ്പവും ഞങ്ങളുടെ അംഗനവാടി നിലയിലേക്ക് ഹൈടെക് ആക്കി തന്നത് അദ്ദേഹത്തിന്റെ ഒരു ശ്രമഫലമായി മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രയത്നം കൊണ്ട് തന്നെ മാത്രമാണ് ആ അംഗനവാടി ഇത്രമേൽ എല്ലാ രീതിയിലുള്ള സ്മാർട്ട് അംഗനവാടി ആക്കിയത്. പിന്നെ ബ്ലോക്കിന്റെ വാർഡ് മെമ്പർ അജി മെമ്പറുടെയും കൂടെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെയും കൂടെ സ്മാർട്ട് അംഗനവാടിയാക്കാൻ വെട്ടിക്കോല അദ്ദേഹത്തിന്റെ അധീനതയിൽപ്പെട്ട എല്ലാ അംഗനവാടികളും വിസിറ്റ് ചെയ്യുകയും അപ്പോൾ നമ്മളുടെ അംഗനവാടിയുടെ നിലവാരം അദ്ദേഹത്തിന് മനസ്സിലായി. കുട്ടികളും അവിടെ ഏറ്റവും നല്ലപോലെ വർക്ക് ചെയ്യുന്ന അംഗനവാടിക്കായിരുന്നു സ്മാർട്ട് സെറ്റിംഗ് കൊടുക്കുന്നത്. അതായിരുന്നു അതിന്റെ ബയല. അപ്പം അതും കൂടി കിട്ടി. പഞ്ചായത്തിന്റെയും കൂടെ ഇതായപ്പോഴത്തേക്ക് നമ്മുടെ അംഗനവാടി ഏറ്റവും നല്ല നിലയിൽ തന്നെ ഒരു നമ്പർ 1 അംഗനവാടി ആക്കാൻ തന്നെ കാരണമായി. അതിൽ എന്നോടൊപ്പം ഞാൻ 7 വർഷമായി എൻ്റെ കൂടെ നിൽക്കുന്ന
എൻ്റെ LMC മെമ്പേഴ്സായ ഇപ്പം വന്ന് ഇവിടെ ഇപ്പം എൽസമ്മ ടീച്ചർ 2 വർഷം കൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഉള്ള സമയം മുഴുവൻ നല്ലൊരു ബാക്ക് ബോണായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ LMC മെമ്പേഴ്സും സിമി എൻ്റെ ഒരു കുഞ്ഞനിയത്തിയെ പോലെ, ഒരു ചേച്ചിക്ക് എന്തൊക്കെ ഹെൽപ്പ് വേണോ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന LMC മെമ്പറായ സിമി, അതുപോലെ തന്നെ ഇപ്രാവശ്യം വരാൻ കാരണം ആ കുട്ടിക്ക് ഇച്ചിരി തിരക്ക് കൂടുതൽ കൊണ്ട് സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉള്ളതാണ്. അവളുടെ ഒരു സാന്നിധ്യം ഭയങ്കരമാണ് അംഗനവാടിയിൽ. അതായത് ഐശ്വര്യ ഡ്രീംസിന്റെ ഓണർ, ആ കുട്ടിയുടെ ഒരു ഹെൽപ്പും കൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് എല്ലാ തവണയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്യാനും എല്ലാത്തിനും ഒരു സഹായകമായത്. അതുപോലെ എൻ്റെ വർണ്ണക്കൂടിന്റെ ടീം മെമ്പേഴ്സ് ഗൗരി, ഐഷു, സുകേഷ്, പിന്നെ കാർത്തിക, മന്ന, ദിയ, നിരഞ്ജന, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഏറ്റവും മറന്നുപോയത് വിഷ്ണുമായയും പിന്നെ അഭിനന്ദന, അഭിലക്ഷ്മി, ലച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടി തന്നെയാണ് ടീച്ചറെ നമുക്ക് സായന്തനത്തിൽ പോയി നമ്മൾക്ക് അവിടെ എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞ് ഞാൻ മറന്നിരിക്കുമ്പോൾ തന്നെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് പോകാനുള്ള ഒരു കാരണമാക്കിയത്. അത് മാത്രമല്ല, ഞങ്ങൾ ഇന്ന് മാതൃദിനമായി ഒരു നന്മ കൂടി ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു ഡയാലിസിസ് പേഷ്യന്റിനെ ഇന്ന് കാണാൻ പോകുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ വർണ്ണക്കൂടിലെ ഒരു മെമ്പറായ ആ കുട്ടിയുടെ അച്ഛൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഇതിന് ശേഷം ഞങ്ങൾ അവിടെയും കൂടെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനിയുള്ള സമയങ്ങളിലും ഇനിയുള്ള കാലങ്ങളിലും ഞങ്ങൾ അംഗനവാടി തലത്തിൽ ഞങ്ങളാൽ കഴിയുന്ന, നമ്മൾക്ക് ഒരാൾക്ക് നമ്മൾ കൈകൊണ്ട് ഒരാളൊന്നും ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമ്മളൊരു കൂട്ടായ്മയോടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതാണ് നമ്മളുടെ ഈ മനുഷ്യ ജന്മത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ നന്മ. ഇവിടെയുള്ള അച്ഛനമ്മമാരുടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് അവതരിപ്പിച്ചു. നിങ്ങൾക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് കൂടിയായിരുന്നു. ഈ തവണയും ഈ അച്ഛനമ്മമാരുടെ നല്ല ഏറ്റവും കൂടുതൽ സന്തോഷമായ ഒരു ദിനമാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുമക്കളുടെ നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അത് കണ്ട് അമ്മമാരുടെയും അച്ഛന്മാരുടെയും കൂടെ ഇരുന്ന് ഈ മാതൃദിനം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എത്തുന്നതിന്, അവരുടെ കൂടെ നമ്മൾ ആഘോഷിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല ദൈവത്തിന്റെ ടച്ച് എന്ന് പറയുന്നത് ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും എൻ്റെ കൂടെ സഹകരിച്ച എല്ലാത്തിനും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പേരൻസ്, പ്രീ സ്കൂൾ പേരൻസ്, അതായത് ആ അമ്മ അവരാണ് എൻ്റെ കൂടെ എല്ലാത്തിനും ഉള്ളത്. ഞങ്ങളുടെ ഓരോ പ്രോഗ്രാമും, ഓണം സെലിബ്രേഷൻ ആയാലും ക്രിസ്മസ് സെലിബ്രേഷൻ ആയാലും, അതായത് ഒരു കുഞ്ഞു പ്രോഗ്രാം പോലും ഞങ്ങൾ ചെറിയ രീതിയിലല്ല നടത്താറുള്ളത്. വലിയ രീതിയിൽ, നല്ല രീതിയിൽ, അങ്ങേയറ്റം മനോഹരമായി വെട്ടിക്കോല അഡീഷണൽ തന്നെ നമ്പർ 1 അംഗനവാടിയായി തന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ട് വരികയാണ്. അതിന് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ പേരിലുള്ള സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ. ഓക്കെ, താങ്ക് യു. പ്രോഗ്രാം ഇനി അടുത്തത് സംസാരിക്കാനായിട്ട് ഞാൻ എൽസ ടീച്ചറിനെ ക്ഷണിച്ചു വിടുന്നു. നമ്മുടെ ഇവിടെ എന്ന വാർഡിലെ അംഗനവാടി കുട്ടികളും ടീച്ചർമാരുമല്ലേ അവരുടെ ഒരു പരിപാടി, അതിനോടൊപ്പം നമ്മുടെ ജീവനത്തിൻ്റെ മാതൃദിനവുമായിട്ട് ബന്ധപ്പെട്ട് മുതിർന്ന അമ്മമാരെ ആദരിക്കുന്ന ഒരു പരിപാടി ജീവനം നമ്മുടെ ജീവനം ഇന്നിവിടെ അങ്ങനത്തെ പ്രോഗ്രാം ഇവിടെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ഗസ്റ്റായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കണിയാവി ഹൈസ്കൂളിൽ നിന്നും HM-ആയിട്ട് റിട്ടയർഡ് ചെയ്ത നമ്മുടെ ഏറെ ആദരണീയയായ രാധാമണി ടീച്ചറുടെ എത്തിച്ചേർന്ന ടീച്ചർ നമ്മുടെ ജീവിതത്തിന്റെ മാതൃദിനാഘോഷം ബാക്കി സംസാരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതാണ് അടുത്ത ചടങ്ങ്. അതിനായിട്ട് ഏറെ ആദരണീയയായ നമ്മുടെ ടീച്ചർ രാധാമണി ടീച്ചറിനെ ആദരവോടുകൂടി ക്ഷണിച്ചു. ഓർത്തോണ്ട് നമ്മൾ വന്നത് സ്ഥലം അവനല്ലേ മറ്റ് അംഗങ്ങളെ, സായന്തന കുടുംബത്തിലെ അംഗങ്ങളെ, ഇതിപ്പോ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇവിടെ
കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അംഗനവാടിയിലെ ടീച്ചേഴ്സും ഹെൽപ്പേഴ്സും എല്ലാം വന്നാണ് ഞാൻ അറിയുന്നത്. ആദ്യം ഒരു 10 മണിയായപ്പോഴത്തേക്ക് അനന്തൻ എന്നെ വിളിക്കുന്നു ടീച്ചറെ. ഈ ശബ്ദം ഓർമ്മയുണ്ടോ? ഞാനങ്ങനെ എന്നെ ഒരുപാട് കുട്ടികൾ വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കൊച്ചാണെന്ന് എന്നെ വിളിച്ചു വർഗീസാണോ വിളിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം സ്കൂളിൽ ഞാൻ സർവീസ് കയറി 6 വർഷത്തിലുള്ള കുറെ കുട്ടികൾ വീട്ടിൽ വന്നു. എന്നെ 80 ബാച്ചിലുള്ള കുട്ടികൾ എന്നെ ആദരിക്കാനായിട്ട് അവരെ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് വിളിച്ചത്. ആ കൂട്ടത്തിലുള്ള കുട്ടിയായിരിക്കും എന്നെ വിളിക്കുന്ന കരുതിക്കൊണ്ടാണ് അനന്തരം ഞാൻ വർഗീസ് ഒന്ന് വിളിച്ചത്. അന്നേരം എന്നോട് പറഞ്ഞ അല്ല, ഞാൻ നമ്മുടെ പഞ്ചായത്തിന്റെ അനന്തനായെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ മോനെ അത്യാവശ്യം? ടീച്ചർ അത്യാവശ്യമായിട്ട് ഇന്ന് ഇവിടെ വരണം എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നാമത് എനിക്ക് പനിയാ, സാർ അവിടെ ഇല്ല, ഉച്ചയ്ക്ക് ശേഷം മൂത്ത മോളെടുത്തോട്ട് പോണം, എല്ലാം കൊണ്ടും പകുതി വരെ ജോലി ചെയ്ത് തീർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോരുന്നതാ. അപ്പോഴിങ്ങനെ ഒരു പരിപാടിയിൽ എന്നെ വിളിച്ചതിൽ ആദ്യമായിട്ട് അനന്തനും ഇതിന്റെ ഭാരവാഹികൾക്കും എന്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ കുറെ പേർക്ക് സുപരിചിതയാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഇത് തുടങ്ങിയ ഒരു 5 വർഷത്തോളമായി ഞാൻ ഈ സായന്തനത്തില് 3 പ്രാവശ്യമായിട്ട് വന്ന് ഇവിടുത്തെ അംഗങ്ങളുമായിട്ട് പങ്കുചേർന്ന് പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാത്രമാണ് ഇവിടെ പുരുഷന്മാർ മാത്രമുള്ളതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഏപ്രിൽ 20-ാം തീയതി ഞാൻ നമ്മുടെ പാങ്ങോട്ടുള്ള സായന്തനത്തിൽ പോയിരുന്നു. ഈ 9-ാം തീയതിയും പോയില്ല. ഞാൻ അതിന് വേണ്ടുന്ന സെറ്റപ്പ് എല്ലാം അവിടെ ചെയ്തു കൊടുത്തിട്ടാണ് ഞാൻ പോരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ ഒരു പ്രസംഗം നടത്താനൊന്നും ഞാൻ ആളല്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ലോക മാതൃദിനമാണ്. ഇത് നമ്മള് ഇപ്പൊ ഈ അടുത്ത കുറെ കാലങ്ങൾ കൊണ്ടാണ് ഈ മാതൃദിനത്തിന്റെ പ്രാധാന്യം കൂടിക്കൂടി വരുന്നത്. എന്റെയൊക്കെ കാലഘട്ടത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു ദിനം ആഘോഷമായി നടത്തുന്നത് എന്റെ ഓർമ്മയിലില്ല. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് SSAക്കാരൊരു പരിപാടി അവതരിപ്പിച്ചു. ഇതുപോലെ ഒരു ചാർട്ട് ഉണ്ടാക്കി ഓരോ ദിവസത്തിന്റെയും പ്രാധാന്യം സ്കൂളുകളിൽ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാർട്ട് ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് ഈ ലോക മാതൃദിനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മള് ഇത് ആഘോഷിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മള് ദിവസവും പത്രങ്ങളിൽ കൂടിയും മറ്റു മാധ്യമങ്ങളിൽ കൂടിയും നമ്മൾക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത് ഈ രക്ഷകർത്താക്കളെ, അതായത് മാതാപിതാക്കളെ മക്കൾ ഉപദ്രവിക്കുന്നതായിട്ടും അവരെ കൊലപ്പെടുത്തുന്നതായിട്ടുമുള്ള വാർത്തകളാണ് ദിവസവും നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ലോക മാതൃദിനത്തിന്, ഈ ദിനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അമ്മ എന്ന് പറയുന്നത് ആഴത്തിൽ ഉറവയെടുത്ത മാതൃസ്നേഹത്തിന്റെ ഒരു തുള്ളി മാത്രം മതി ലോകത്തിന്റെ ഗതി മാറ്റിമറിക്കാൻ. ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുടുംബത്തിലെ കാര്യം തന്നെ ഉദാഹരണമായിട്ട് പറയാം. പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ എന്റെ ദൃഷ്ടിയിൽ കണ്ട കാര്യം ഞാൻ പറയുകയാണ്. രാവിലെ നോക്കുമ്പോൾ അമ്മയും അച്ഛനും മക്കളുമായിട്ടിരുന്ന കാര്യം പറഞ്ഞ് എല്ലാം നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് എല്ലാം എനിക്ക് കാണാൻ കഴിയുന്നു. വൈകുന്നേരമാകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അടിക്കുന്നതും ആ അമ്മ തല്ലിച്ചടയ്ക്കുന്നതുമാണ് ഞാൻ കാണുന്നത്.
അപ്പോ കാരണം ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ ആഴത്തിലേക്ക് ഞാൻ ഇറങ്ങുന്നില്ല. നമുക്കൊരിക്കലും അത് മറക്കാനൊക്കത്തില്ല. ദിവസവും ആ തള്ള അവിടെ ഉണ്ടോ, കഥ അടഞ്ഞു കിടക്കുവാണെങ്കിൽ ഞാൻ ഫോൺ വിളിക്കും. ഇപ്പൊ എവിടാ, എന്താ സാറേ? ഞാൻ പറഞ്ഞ കണ്ടില്ല, വെളിയിലോട്ട് കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചതാ എന്ന് പറഞ്ഞു. ഈ അടുത്ത സമയത്ത് തന്നെ ഭയങ്കരമായ അടിയും ബഹളവും. അത് പോട്ടെ, നമുക്ക് കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകളാണ് ഉച്ചരിക്കുന്നത്. അപ്പോഴത്തേക്ക് സാർ എന്നോട് പറയും, കഥ അടച്ചിട് എന്ന് പറയും. കഥ അടച്ചിട്ട് ഞാൻ ആ പിറ്റേന്ന് രാവിലെ ആ അടിയും തല്ലും ഒക്കെ കൊള്ളുന്നത് കണ്ടിട്ട് ഞാൻ ജനലേ കൂടെ നോക്കി. എനിക്കിത് കണ്ടിരിക്കാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ജനലേ കൂടെ നിന്ന് നോക്കുകയാണ്. എന്റെ ഹൃദയം ഒന്ന് തകരുകയാണ് ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ ഞാൻ അതിനെ വിളിച്ചിട്ട് പറയും, കുഞ്ഞെ നീ ഒരു കാര്യം ചെയ്യ്, ഇത് നിങ്ങളുടെ മേലധികാരികളോട് പോയി പറയുക. പറഞ്ഞ പിറ്റേന്ന് ഇത് തന്നെയല്ലയോ സാറേ ഗതി. അപ്പൊ ഞാൻ വിചാരിക്കുക, ഈ പെൺകൊച്ച് എത്രമാത്രം സഹിക്കുന്നു ആ സ്നേഹം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മാതൃസ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ധീരതയുടെയും എല്ലാത്തിനും ഉപരിയായിട്ട് മാനവികതയുടെ സ്പർശത്താൽ ഓരോ കുഞ്ഞു ഹൃദയത്തെയും ആർദ്രമാക്കാൻ കഴിയുന്നത് ഒരമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അത് നമ്മള് എല്ലാ അമ്മമാരും അത് നമ്മള് ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് കുഞ്ഞുങ്ങളെ ഇപ്പൊ മീഡിയയിൽ കൂടി തന്നെ കാണുന്നത് കുട്ടികൾ തന്നെ വഴിതെറ്റി പോകുന്നതാ കാണുന്നത്. ഉദാഹരണമായിട്ട് ടീച്ചറിനറിയാം, ഞങ്ങള് ഡയറക്ടർ സാറിനും അറിയാം, ഞങ്ങള് സ്കൂളില് ഓടി നടന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്, അതുണ്ടോ ഇതുണ്ടോ എന്നെല്ലാം ഞങ്ങൾ പരിശോധിക്കും. എന്നെ അങ്ങേയറ്റം 4 വർഷത്തോളം പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ചമായിട്ട് എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചത് എന്റെ സഹപ്രവർത്തകരും ഇദ്ദേഹവുമാണ്. ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ളവരുമാണ്. അതുകൊണ്ട് നമ്മള് ഈ ഓരോ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മറ്റ് മുതിർന്നവരായാലും ശരി തന്നെ അമ്മമാർക്കും അച്ഛന്മാർക്കും കൊടുക്കേണ്ടുന്ന സ്ഥാനം അവരെ അങ്ങേയറ്റം നമ്മൾ സ്നേഹിക്കുക, അതുപോലെ അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങൾ നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പം നമ്മുടെ മാതൃദിന ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം HM ആയിരുന്നെങ്കിലും ടീച്ചർ ഇപ്പൊ ഒരു മാതാവാണ്. അമ്മൂമ്മയെ ടീച്ചറെ, അമ്മൂമ്മയെ വലിയ അമ്മൂമ്മയെ. അപ്പൊ അമ്മൂമ്മയ്ക്ക് നമ്മുടെ ജീവനത്തിന്റെ പേരിലെ മാതൃദിന ഒരു സന്തോഷ ഉപഹാരം ജീവനം നമ്മുടെ ഇവിടുത്തെ ജീവനക്കാർ നൽകുന്നുണ്ട്. ആ ചടങ്ങാണ് നടക്കുന്നത്. ഇപ്പൊ ടീച്ചറിനുള്ള ഒരു ഉപഹാരം. അടുത്തതായിട്ട് ടീച്ചറ് നമ്മുടെ എൽസമ്മ ടീച്ചറിന് നമ്മുടെ ജീവനത്തിന്റെ ഒരു ചെറിയ മാതൃദിനമായിട്ടുള്ള ഒരു ഉപഹാരം, ബഹുമാന പുരസ്സരം സമർപ്പിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇവിടുത്തെ അമ്മമാർക്ക് ഈ അംഗനവാടിയിലെ കൊച്ചു കുട്ടികൾ നമ്മുടെ ജീവനത്തിന്റെ ഉപഹാരം, മാതൃദിന ആഘോഷത്തിന് സൂചകമായിട്ടുള്ള ഉപഹാരം നമ്മുടെ അംഗനവാടി കൊച്ചുകുട്ടികള് നമ്മുടെ ഇവിടുത്തെ അമ്മമാർക്ക് നൽകുന്നു. ഈ അമ്മൂമ്മയ്ക്കോട് ഈ അമ്മൂമ്മ
നമ്മുടെ 2-3 അമ്മമാര് മുകളിലുണ്ട്. അവർക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ 2-3 കൊച്ചു കുട്ടികള് നമ്മുടെ ചേച്ചിയുടെ കൂടെ ഒന്ന് പോയി അവർക്ക് കൂടെ അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചടങ്ങ് നമുക്ക് അവസാനിപ്പിച്ചിട്ട് നമ്മുടെ കൊച്ചുകുട്ടികളുടെ കലാപരിപാടികൾ ഇവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ചേച്ചി. അപ്പം അടുത്തതായിട്ട് നമ്മളുടെ ഇവിടെ ഇന്നിങ്ങനെ ഒരു പരിപാടി കോട്ടക്കൽ രായപ്പൻ സാറിന്റെ നേതൃത്വത്തില് നമ്മളുടെ അംഗനവാടി കുട്ടികള്, അംഗനവാടി ടീച്ചർമാര്, നിങ്ങള് ടീച്ചർ റിട്ടയർഡ് ചെയ്തായിരുന്നോ? അപ്പൊ ഈ 2 പഴയ റിട്ടയർഡ് ടീച്ചർമാര് അവരുടെ ഒരു സംഗമം കൂടെ അല്ലെ, 2 പേരുടെ ഇവിടെ നേരത്തെ അറിഞ്ഞില്ലല്ലോ, 2 പേരും പരസ്പരം അറിഞ്ഞില്ല. അപ്പൊ അവർക്കതൊരു സന്തോഷമായി. മാതൃദിനത്തിന്റെ അന്ന് അവർക്ക് 2 പേർക്ക് കൂടി ഇവിടെ ഒന്ന് സംഗമിക്കാനും സാധിച്ചു. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഏറെ ആദരണീയനായ കോട്ടക്കൽ രായപ്പൻ സാറുണ്ട്. അദ്ദേഹം ഈ പരിപാടികളെല്ലാം പുത്തൂരെ ഒരു മുഖമാണ് ഇത്തരത്തിലുള്ള പരിപാടികളുടെ എല്ലാം. സാറിന് എന്നെ അറിയത്തില്ല, അറിയോ? ഇല്ല, എനിക്ക് സാറിനെ അറിയാം. അപ്പൊ അദ്ദേഹം ഈ പരിപാടികൾക്കെല്ലാം പുത്തൂര് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പരിപാടികളുടെ മുഖമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇതിന്റെ പരിപാടി ഇവിടെ നടത്താൻ സാധിച്ചതിൽ ടീച്ചർ വളരെ കുട്ടികളുമായിട്ടൊക്കെ വളരെ നല്ലതായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ടീച്ചർ സ്വന്തം കുഞ്ഞുങ്ങള് അല്ലെ, സ്വന്തം കൊച്ചുമക്കളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതേപോലെയാണ് ടീച്ചർ കുട്ടികളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് അങ്ങനെയുള്ള ടീച്ചർമാർ. ഇപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല് ഞാനിപ്പോ നമ്മളെ ഡിഗ്രിക്ക് പഠിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പഠിക്കുമ്പോഴും പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞ് പുറത്തു പോയാലും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ടീച്ചറാണ് നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിച്ചത്? നിങ്ങളുടെ ഓർമ്മയിലുള്ള ഒരു ടീച്ചറിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആദ്യം പോകുക ടീച്ചറെ ഒന്നെങ്കിൽ അംഗനവാടി അല്ലെങ്കിൽ ഹൈസ്കൂളിലെ LP UP ടീച്ചർമാരായിരിക്കും. അവരിലേക്കാണ് ആദ്യം. ഇപ്പൊ എന്നെ പഠിപ്പിച്ച ടീച്ചർ അല്ലെങ്കിൽ രാധാമണി ടീച്ചർ, വിജയമ്മ ടീച്ചർ, സുജാത ടീച്ചർ, ഇവരുടെയൊക്കെ പേരുകളാണ് ആദ്യം എന്റെ മനസ്സിൽ വരിക. കാരണം അവരെ നമ്മൾ കാണുന്നത് നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മമാരോടൊപ്പമായിട്ടാണ്. അല്ലെ, അത്തരത്തിലുള്ള വാത്സല്യ സ്നേഹവും അതിനോടൊപ്പം തന്നെ ലാളനയോടൊപ്പം തന്നെ ഒരു ഭീഷണിയും ഉണ്ടാർക്കും.
അതായത് ഒരു സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ഉള്ള ഒരു അധികാരം നമ്മളുടെ മേൽ എടുക്കുന്നതും ആ അധികാരം നമ്മൾ നൽകിയിട്ടുള്ളതും നമ്മുടെ ചെറിയ സ്കൂളുകളിലെ ഹൈസ്കൂളിലെയോ LP സ്കൂളിലെയോ UP സ്കൂളിലെയോ ഒക്കെ ടീച്ചർമാരാണ്. അവർ ജീവിതത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മറന്നു പോകില്ല. ആ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിലല്ല, ഞങ്ങളൊക്കെ പഠിച്ചു വന്ന കാലഘട്ടത്തിലെ അപ്പൊ അത്തരത്തിലുള്ള ടീച്ചർമാരെ ഒന്നുകൂടെ കാണാൻ, അത്തരത്തിലൊരു ടീച്ചറിന് ഉദാഹരണമായിട്ടാണ് എനിക്കിപ്പോ നമ്മുടെ ഈ അംഗനവാടി ടീച്ചറിനെ കണ്ടപ്പോൾ തോന്നിയത്. പഴയ ടീച്ചർമാരുടെ ഓർമ്മകളിലേക്ക് എനിക്കൊന്ന് പോകാൻ സാധിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ നടത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം അവരെ രേഖപ്പെടുത്തുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ എൽസമ്മ ടീച്ചർ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ മെമ്പർ, ടീച്ചർ, കവിത ടീച്ചർ, ബഹുമാനപ്പെട്ട ഇതിന്റെ സംഘാടകരെ, പ്രിയപ്പെട്ട അന്തേവാസികളെ, വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാനിവിടെ വന്നത്. നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്ത് സന്ദേശമാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്നെപ്പോലെ കുറേ മുഖങ്ങൾ, ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്നാലും ഇനിയുള്ള കാലം, ശേഷ ജീവിതം സന്തോഷപ്രദമായിരിക്കട്ടെ, സമാധാനമായിരിക്കട്ടെ. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കവിത ടീച്ചറിനോട് പറയാന്, ടീച്ചർ ഭയങ്കര റിസ്ക് എടുത്താണ് എത്രയും കാര്യങ്ങൾ സംഘടിപ്പിച്ച് ഇവിടെ വന്നത്. കുഞ്ഞുങ്ങളെ നേരാണ്. എന്റെ കുഞ്ഞിന് ഞാൻ അവിടെ കൊണ്ടുവന്ന് ചേർത്തപ്പോ ഒരു പ്രാവശ്യം എന്തോ ആവശ്യത്തിന് ഞാൻ അവിടെ വന്ന് അവിടുത്തെ സംഘാടക കണ്ടിട്ടാണ് ഞാൻ എന്റെ കുഞ്ഞിനെ കൂടെ ഇവിടെ കൊണ്ട് ചേർക്കാമെന്ന് തീരുമാനിച്ചത്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ നല്ല ഒരു അംഗൻവാടിയാണ് ടീച്ചർ നടത്തുന്നത്. ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്കൂടെ ചെയ്യുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങളെ എന്താണ് അതിന്റെ പേരെന്തോ ടീച്ചറെ? വർണ്ണക്കൂടിൽ ഇത്രയും കുട്ടികളുണ്ടെന്നൊക്കെ ഞാൻ ഇപ്പോഴേ അറിഞ്ഞത്. എല്ലാവരും 45 പേരുണ്ട്. അവരെല്ലാവരും വളരെ ഉത്സാഹത്തോടെ ഇതിനകത്ത് വന്ന് പങ്കെടുത്തു. അവരുടെ കഴിവുകൾ ഈ അവധിക്കാലത്ത് ചെലവഴിക്കാൻ പറ്റിയ ഒരു സംഘാടകയായിട്ട് നമ്മുടെ ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു. നന്നായി, വളരെ നന്നായി. എല്ലാ കുഞ്ഞുങ്ങൾക്കും അഭിനന്ദനങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നി ഞങ്ങളുടെ ടീച്ചറെ ഇവിടെ വെച്ച് വളരെ യാദൃച്ഛികമായിട്ടൊന്ന് കാണാൻ പറ്റി. സന്തോഷം. എല്ലാവർക്കും സന്തോഷം. നന്ദി, സ്നേഹം. അപ്പം നമുക്ക് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ നടത്തിയ കോട്ടക്കൽ രായപ്പൻ സാറിന് നമ്മളുടെ ജീവനത്തിന്റെ പേരിലുള്ള എല്ലാവിധത്തിലുമുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊള്ളുന്നു. നമ്മളുടെ എല്ലാവരും ഇവിടെ പറഞ്ഞല്ലോ, ഏറെ പ്രിയങ്കരിയായ അദ്ദേഹത്തിന്റെ വാർഡിലെ തന്നെ അംഗനവാടി ടീച്ചറായിട്ടുള്ള കവിത ടീച്ചർ, ആ ടീച്ചറിന് എല്ലാവിധ ബഹുമാനത്തോടും കൂടിയുള്ള ആദരവ് ഈ സമയത്ത് ജീവനത്തിന്റെ പേരിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഏറെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ കണിയാകെ ഗവൺമെന്റ് ഹൈസ്കൂള് റിട്ടയർഡ് HM രാമാമണി ടീച്ചറിന്റെ അരി പകുതി വെന്ത് കിടക്കുകയെന്നാ പറഞ്ഞത്. ടീച്ചർ എന്നിട്ട് വേണം ബാക്കി അത് ഊറ്റാൻ. അപ്പൊ ടീച്ചറിന് എല്ലാവിധ നന്ദിയും ജീവനത്തിന്റെ പേരിൽ സമർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ ഏറെ ആദരണീയ എൽസമ്മ ടീച്ചറിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിയ നമ്മുടെ ഇതിനോടൊപ്പം എത്തിയ എല്ലാ കൊച്ചു കുട്ടികൾക്കും അവരുടെ പേരൻസിനും നമ്മുടെ ഈ വീഡിയോ, ഈ പരിപാടിയെല്ലാം ഇതിവിടെ ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന എന്റെ ചേട്ടന്മാർക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കുമുള്ള നന്ദി, ഈ ജീവനത്തിന്റെ പേരിലുള്ള നന്ദി ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അടുത്തയായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കലാപരിപാടികൾ ഇവിടെ തുടങ്ങുകയാണ്. അത് നമുക്ക് ആസ്വദിക്കാം. ആദ്യമായി ഞങ്ങൾ ഒരു കുഞ്ഞു ഗാനം ആലപിക്കാനായിട്ട് നിവേദിതയെ ക്ഷണിച്ചുകൊള്ളുന്നു. തുമ്പക്കുടത്തിൻ തുഞ്ചത്ത ഊഞ്ഞാലിട ആകാശ പുന്നയിലകളെ ആഴത്തിൽ തൊട്ടേ വര ആകാശ പുന്നയിലകളെ ആഴത്തിൽ തൊട്ടേ വര ലാലാല 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 മന്ദർത്താൻ പായുന്ന കുതിരെ മാണിക്ക
മന്ദർത്ത പായുന്ന കുതിരെ മാണിക്ക കയ്യാൽ തൊട ഗന്ധർവം പാടുന്ന മൽക്കെട്ട് മന്ദാര പൂവിട്ട തണൽ ഗന്ധർവം പാടുന്ന മൽക്കെട്ട് മന്ദാര പൂവിട്ട തണൽ ഊഞ്ഞാലേ പാടിപ്പോ ഊഞ്ഞാലേ പാടിപ്പോ മാനത്തെ മാമ്പന്റെ തെളിക മാമൊന്ന പോരാമോ നമുക്കിനി തുമ്പീവ തുമ്പക്കുടത്തി തുഞ്ചത്ത ഊഞ്ഞാലിട ആകാശ പുഞ്ഞായിരക്കളെ ആഴത്തിൽ തൊട്ടേ വരാ ആകാശ പുഞ്ഞായിരക്കളെ ആഴത്തിൽ തൊട്ടേ വരാ ലാലാല 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 ലാലാല. താങ്ക് യു മോളെ. അടുത്തതായി ഒരു ഗാനം ആലോചിപ്പിക്കാനായിട്ട് ദേവുട്ടനെ ക്ഷണിച്ചു കൊള്ളുന്നു. വരുന്നോ? അടുത്തതായിട്ട് നിതാര അഫിജിത്തിനെ ഒരു ഗാനം ആലോചിപ്പിക്കാനായിട്ട് ക്ഷണിച്ചോളൂ. നല്ല വീട് ഞാൻ പിറന്ന വീട് അച്ഛനുണ്ട് വീട്ടിൽ അമ്മയുണ്ട് വീട്ടിൽ എന്റെ വീട്ടിൽ നീ എന്റെ ദൈവം വീട് ഞാൻ പിറന്ന വീട് ചേട്ടനുണ്ട് വീട്ടിൽ എന്റെ വീട്ടിൽ അങ്ങ് വാനക്കോണില മിന്നി മിന്നൊരമ്പളെ അമ്പിലി കരിക്കുള്ളില ചോരക്കമ്മുഴ ഇങ്ങനീരത്തെടുത്തില് നീപ്പനിപ്പിൽ നിഴലല്ലോ അമ്പിലി കരിക്കുള്ളില് ആമ കുഞ്ഞിലോ ആമ കുടുംബനുണ്ട് നെഞ്ചത്തിൽ വിറ്റ് ഊണെ പറഞ്ഞ് കേറി തുരുത്തില്ലെന്ന് പറഞ്ഞേരോ താഴ കൊളത്താവാൻ ചോലക്കൊമ്പിച്ചിലെ ചെല്ലുവുമായി ഊണെനിക്ക് തുരുത്തില്ലെന്ന് പറഞ്ഞേലോ താഴ കൊളത്താവാ ചെലക്കൊമ്പിച്ചിലെ ചെല്ലുമല്ലോ ഊണെ പാവനറും അത്തയും വിളിക്കും ചേട്ടിക്കാൻ കുഞ്ഞിലമ്പാവേ കഥ കേടമ്പല്ലേ മിരിയൂട്ട മാറേ ചോടി കുടങ്ങ
താങ്ക് യു മക്കളെ, സൂപ്പർ. അടുത്തതായി ഞങ്ങളുടെ ദേവൂട്ടൻ നവനിശ ഒരു പാട്ട് പാടുന്നതാണ്. കുട്ടി തമിഴ് കുട്ടിയാണ്, ഞങ്ങളുടെ കൂടെ വന്ന് മലയാളി മന്ത്രിയായി മാറിയതാണ്. പാവക്കൊട്ടി കിരുമ്മ പാവാടക്കൊട്ടി കിരുമ്മ താലോലം പാടി ഉറക്കാന വന്നോട്ടെ പട്ടുപാവാടക്കൊരു കുത്തി കമ്മലിടാ നീ വാങ്ങി തരാ വേണ്ടിട്ട് കുഞ്ഞിക്കൈകൾ മേലിട്ട് യാഗി നടത്തിയിട ഒരു സുന്ദരിയാഗി നടത്തിയിട നടുങ്ങി വന്നോട്ടെ പാവട വേങ്ങിത്തര കാത് കുത്തി കമ്മലിട കല്യാണം അങ്ങനെ വേങ്ങിത്തര കുത്തി കമ്മലിട കല്യാണം അങ്ങനെ വേങ്ങിത്തര. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ദേവൂട്ടൻ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഹരിവരാസനം മോഹനം ഹരിവരീശ്വരം ഹരാരിവാദുകം ഹരിവിനത്തുകം നിത്യവത്തുകം ഹരിവിയാതുരമാശയ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. തക്കന്നോക്കി തഞ്ചത്തിൽ പാറുന്ന തമ്മ ആദ്യമായിട്ട് ഇവിടെ ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്നപ്പോ സത്യം പറഞ്ഞ വീൽ ചെയറിലിരിക്കുന്ന അമ്മയെ കണ്ടപ്പോ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വന്നത്. അമ്മ ഇന്ന് എന്റെ കൂടെ ഇല്ല. അമ്മ ഇതുപോലെ ഓർമ്മയില്ലാത്ത ഇങ്ങനെ വീൽ ചെയറിൽ ഒറ്റ ഇരിക്കുമ്പോ എന്റെ കുഞ്ഞ് തീരെ പൊടിക്കുഞ്ഞായിരുന്നു. എന്റെ കുഞ്ഞിനെ മടിയിൽ വെച്ച് കൊടുക്കുമ്പോ അമ്മയ്ക്ക് ഓമനിക്കാൻ പറ്റാതെ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കോ കുഞ്ഞിനെ.
അത് കാണുമ്പോ സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ വന്ന് എന്റെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ കാണുമ്പോ ശരിക്കും എന്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. എന്റെ അമ്മയുടെ ആത്മാവ് ഇപ്പൊ ഇവിടെ കൂടെ ഉണ്ടാവും. എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടി ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നത്. എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട്. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുമ്പിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ് കോടിപ്പാറെടുത്ത് കണിത്താലവുമായി വിഷുക്കൈ നീട്ടാമിൻ കയ്യിൽ തരുമ്പോൾ എന്റെ നിറം ഞാൻ തൊഴുത കാറിൽ വീഴും തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ സിന്ദൂരപ്പൊട്ടു തൊടുമ്പോൾ നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്നു. പണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു. വാത്സല്യത്തിരയിലകം ഈ സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയമല്ലോ കരുണ തന്നത്തു പൊഴിയമല്ലോ. ഓണനിലാവല്ലേ അമ്മയെന്നും നല്ല മലരല്ലേ ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഈ അമ്മയ്ക്ക് പൊന്നല്ലേ എന്നും പൊന്നല്ലേ തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുമ്പിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്. താങ്ക് യു സുമി. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായ രീതിയിലുള്ള സന്തോഷപ്രദമായ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഉൾപ്പെടെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെയുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് സന്തോഷകരമായും ഞങ്ങൾക്കും സന്തോഷകരമാണ്. വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഇങ്ങനെ വരുവാനുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, വരുവാനുള്ള ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും വന്നിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ഉപഹാരം ഈ കുഞ്ഞുങ്ങൾ കളക്ട് ചെയ്ത ചെറിയ ഒരു ഉപഹാരമുണ്ട്. ഉപഹാരം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉപഹാരമാണ്. അത് സന്തോഷപൂർവ്വം നമ്മുടെ ഇവിടുത്തെ ജീവനത്തിന്റെ മാനേജർക്ക് കൈമാറുന്നതായിരിക്കും. അതുപോലെ ഈ പറയുന്ന ഇപ്പോഴത്തെ ക്ലബിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും വന്നിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് എലിസബത്ത് ടീച്ചറെ എല്ലാവരും ചേർന്ന് കൊടുത്താട്ടെ. വരൂ 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 ടീച്ചറെ. വാ മോനെ വാ. കുഴപ്പമില്ല. പുറത്ത് നിൽക്കാം. കൊടുക്കും. എല്ലാവരും അങ്ങോട്ട് നോക്കിയാൽ മതി, ആ ക്യാമറയിലോട്ട് നോക്കിയാൽ മതി.
അടുത്ത എന്താണ് നമ്മുടെ ഉപഹാരം എന്നുള്ളത് വെയിറ്റ് കുറഞ്ഞെടുത്ത് കൊടുത്താലും മതി, വെറുതെടുക്കണ്ട. എന്നാ പിന്നെ താങ്ങി പിടിച്ചോളും, നല്ല വെയിറ്റുണ്ട്. അപ്പൊ എന്തായാലും സ്നേഹോപകാരമാണ്. സന്തോഷപൂർവ്വം നമ്മുടെ ഈ സദനത്തിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്, നന്നായിരിക്കട്ടെ. ഓക്കെ അല്ലേ? നമ്മുടെ ഈ സന്തോഷത്തിന്റെ ഇടയിൽ നമ്മുടെ രാജ്യം നേരിടുന്ന വളരെ സങ്കീർണമായ ഗൗരവമുള്ള ഒരു കാലാവസ്ഥയാണ്, സാഹചര്യമാണ്. നമ്മുടെ ശത്രു രാജ്യങ്ങൾ പാകിസ്ഥാൻ തീവ്രവാദികളെ വളർത്തി നമ്മുടെ ഇന്ത്യയിലെ നിരപരാധികളായ 26 പേരെയാണ് നിഷ്ഠൂരമായി കൊല ചെയ്തത്. ഇന്ന് നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ സേവനം, നമ്മുടെ ജീവനും രക്ഷയും നമ്മുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജവാന്മാർ, നമ്മുടെ ഇന്ത്യയുടെ ധീരന്മാരായ സേനാ നായകന്മാർ അഹോരാത്രം രാത്രിയും പകലും ശത്രു രാജ്യത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ശുഭവാർത്തയെന്ന് വന്നിട്ടുണ്ടായിരുന്നു വെടിനിർത്തൽ. എങ്കിലും ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. നമ്മുടെ ഈ 26 പേർ മരിച്ച നമ്മുടെ സഹോദരങ്ങൾക്കും അതോടൊപ്പം നമ്മുടെ വീരചരണം പ്രാപിച്ചിട്ടുള്ള വീരമൃത്യു വരിച്ചിട്ടുള്ള നമ്മുടെ ജവാന്മാർക്കും ഈ വേളയിൽ നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം ആദരാഞ്ജലി അർപ്പിക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് ഭക്ഷണത്തിലേക്ക് ഇടുന്നൂടെ? ആണല്ലോ. അടുത്ത നമ്മുടെ മാനേജർ ഒന്നും പറഞ്ഞില്ല, എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ബൈക്ക് ഉപയോഗിക്കുന്നത്. ഇന്ന് വളരെ തിരക്കേറിയ ഒരു ദിവസമായതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിച്ചേരാനും നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും കഴിയാത്തതിലുള്ള വിഷമം നിങ്ങളെ ആദ്യമായി അറിയിക്കുകയാണ്. പുത്തൂർ 48 നമ്പർ അംഗനവാടിയിലെ വർണ്ണക്കൂട്ടിന്റെയും ALMCയുടെയും രക്ഷാകർത്താക്കളുടെയും ആഭിമുഖ്യത്തിൽ സായന്തനം കുടുംബത്തിൽ എത്തിച്ചേർന്ന് മാതൃദിനം ആചരിക്കാൻ തയ്യാറായുള്ള നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ കോട്ടക്കൽ രാജപ്പൻ വാർഡ് മെമ്പർ, എൽസ ടീച്ചർ ALMC മെമ്പർ, കവിത ടീച്ചർ അംഗൻവാടി വർക്കർ, ലളിതാംബിക അംഗൻവാടി ഹെൽപ്പർ, ഇവിടെ എത്തിച്ചേർന്നുള്ള രക്ഷാകർത്താക്കൾ, കുഞ്ഞുങ്ങൾ, കൊച്ചുകുട്ടികൾ, സായന്തനത്തിലെ കുടുംബാംഗങ്ങൾ, അതുപോലെ സായന്തനത്തിലെ ജീവനക്കാർ, എല്ലാവർക്കും സായന്തനം വയോജനത്തിന് വേണ്ടി ജീവനം റീഹാബിലിറ്റേഷൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഭക്ഷണത്തിന്റെ സമയം കൂടുതൽ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ മാതൃദിനത്തെ സംബന്ധിച്ച് കൂടുതൽ പറയാൻ ഞാനിപ്പോൾ തയ്യാറാകുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഭക്ഷണത്തിന്റെ സമയമാണ്. ഇവിടെ നമുക്ക് സാമ്പത്തികമായിട്ടും അതേപോലെ ഭക്ഷണമായിട്ടും നമുക്ക് നൽകിയ സഹായം തീർച്ചയായും ഒരു നന്മയേറിയ സഹായമാണ്. ആ സഹായത്തിന് എല്ലാം ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.